2018 വ്ളാഡിമിർ പുടിൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ 4ാം ഊഴം ഉറപ്പിക്കാൻ പുടിൻ തയ്യാറെടുത്തു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റഷ്യയിലെ ക്രിസ്ത്യൻ സഭയെ തന്നോടടുപ്പിക്കാനുള്ള നീക്കങ്ങൾ പുടിൻ ആരംഭിച്ചു. സഭയോടും ക്രിസ്തീയ മൂല്യങ്ങളോടുമുള്ള തന്റെ അടുപ്പം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പുടിൻ സ്വീകരിച്ച വഴി വ്യത്യസ്തമായിരുന്നു. 2018 ജനുവരി 19 വടക്കൻ മോസ്കോയിലെ സെലിഗർ തടാകക്കരയിൽ അന്ന് പതിവിലും കൂടുതൽ ആളുകളുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിയിരുന്നു. എല്ലുകോച്ചുന്ന തണുപ്പിലും ചില ആചാരങ്ങൾക്കു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുകയാണ്. തടാകത്തിൽ ഉറഞ്ഞ കട്ടിയുള്ള മഞ്ഞുപാളികൾ വെട്ടിമുറിച്ചു മാറ്റിയയിടത്ത് കുരിശിന്റെ ആകൃതിയിൽ വെള്ളം തെളിഞ്ഞു നിൽക്കുന്നു. പെട്ടെന്നാണ് കനത്ത രോമക്കുപ്പായം ധരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പുരോഹിതന്മാർക്കുമിടയിലൂടെ വ്ളാഡിമിർ പുടിൻ അവിടേക്ക് നടന്നെത്തിയത്. താമസിയാതെ അയാൾ കനമേറിയ കോട്ട് അഴിച്ചുമാറ്റി. അധികം താമസിയാതെ ആ മരവിപ്പിക്കുന്ന വെള്ളത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി. -5 ഡിഗ്രിയോളമായിരുന്നു അന്നത്തെ തണുപ്പ്. റഷ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യപ്രകാരം 3 തവണ അദ്ദേഹം ആ ജലത്തിൽ മുങ്ങി. ഓർത്തഡോക്സ് സഭയുടെ എപ്പിഫാനി ആചാരത്തിന്റെ ഭാഗമായിരുന്നു ഈ മുങ്ങിക്കുളിയെങ്കിലും പുടിനെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ രാഷ്ട്രീയ കരുത്തിന്റെ പരസ്യമായ ഒരു പ്രഖ്യാപനമായിരുന്നു. ജനങ്ങൾക്കിടയിൽ തന്റെ ഹീറോ പരിവേഷം നിലനിർത്താനും തെരഞ്ഞെടുപ്പിൽ സഭയുടെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാട് സൃഷ്ടിച്ചെടുക്കാനും പുടിൻ അതിലൂടെ സാധിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുൻപ് ലോകത്തെ നടുക്കിയ ഒരു സംഭവം അരങ്ങേറി. 2018 മാർച്ച് 4 ഇംഗ്ലണ്ടിലെ സോൾസ്ബറിയിലുള്ള ഏവൺ നദിയുടെ തീരത്തുള്ള ദി മാൾട്ടിങ്സ് ഷോപ്പിംഗ് ഏരിയയിൽ മുൻ റഷ്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ സെർജി സ്ക്രിപാലും മകൾ ലൂയിയയും അബോധാവസ്ഥയിൽ കിടക്കുന്നതായി പോലീസ് കണ്ടെത്തി. ഒരു കാലത്ത് റഷ്യൻ സൈനിക ഇന്റലിജൻസ് വിഭാഗമായ GRUവിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു സ്ക്രിപാൽ. എന്നാൽ 1990കളിൽ അദ്ദേഹം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 വേണ്ടി ഒരു ഡബിൾ ഏജന്റായി പ്രവർത്തിക്കാൻ തുടങ്ങി. റഷ്യയുടെ പല രഹസ്യങ്ങളും അയാൾ ബ്രിട്ടന് ചോർത്തിക്കൊടുത്തു. 2004 റഷ്യൻ ഉദ്യോഗസ്ഥർ അത് കണ്ടുപിടിക്കുകയും സ്ക്രിപാലിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ 2010 അമേരിക്കയും റഷ്യയും തമ്മിൽ നടന്ന ചാരന്മാരെ കൈമാറുന്ന കരാറിലൂടെ സ്ക്രിപാൽ മോചിതനായി. തുടർന്ന് അദ്ദേഹം ബ്രിട്ടനിലെ സോൾസ്ബറി നഗരത്തിൽ അഭയം പ്രാപിച്ചു. വീടിന്റെ മുൻവാതിലിന്റെ പിടിയിൽ നിന്ന് അതീവ അപകടകാരിയായ നോവിച്ചോക്ക് എന്ന രാസായുധമേറ്റാണ് സ്ക്രിപാലും മകളും ബോധരഹിതരായതെന്ന് കണ്ടെത്തി. സോവിയറ്റ് യൂണിയൻ ശീതയുദ്ധകാലത്ത് വികസിപ്പിച്ചെടുത്ത മാരകമായ നാഡീവിഷങ്ങളിലൊന്നാണത്. ആഴ്ചകളോളം ഇരുവരും കോമയിലായിരുന്നു. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ആക്രമണത്തിന് പിന്നിൽ റഷ്യയാണെന്ന് ബ്രിട്ടനും അമേരിക്കയും ഉറപ്പിച്ചു പറഞ്ഞു. ഇതിന് തിരിച്ചടിയായി ഡസൻ കണക്കിന് റഷ്യൻ നയതന്ത്രജ്ഞരെ പാശ്ചാത്യ രാജ്യങ്ങൾ പുറത്താക്കി. പുടിൻ പതിവ് പോലെ ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും റഷ്യൻ രഹസ്യങ്ങൾ ഒറ്റിക്കൊടുക്കുന്നവർക്ക് ഭൂമിയിൽ ഒരിടത്തും രക്ഷയുണ്ടാകില്ലെന്ന ശക്തമായ സന്ദേശം ശത്രുക്കൾക്ക് നൽകാൻ ഈ സംഭവത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നും പുടിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നുവെങ്കിലും റഷ്യയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിക്കുകയാണുണ്ടായത്. തന്നെയും റഷ്യയെയും തകർക്കാൻ പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന ഗൂഢാലോചനയായി ഈ ഉപരോധങ്ങളെയും ആരോപണങ്ങളെയും അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. തുടർന്നുണ്ടായ വൈകാരിക തരംഗത്തിൽ 2018 മാർച്ച് 18 നടന്ന തെരഞ്ഞെടുപ്പിൽ 76% വോട്ടുകൾ നേടി പുടിൻ വീണ്ടും റഷ്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു.
ഉപരോധങ്ങൾ കൊണ്ട് തന്നെ വീഴ്ത്താമെന്ന് കരുതിയ ലോകരാജ്യങ്ങൾക്കുള്ള പുട്ടിന്റെ ശക്തമായ മറുപടിയായിരുന്നു ആ വിജയം. പുട്ടിന് വെല്ലുവിളി ഉയർത്താൻ ശേഷിയുള്ള ഒരു പ്രതിപക്ഷം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുമില്ല. പുട്ടിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയിരുന്ന പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയെ ഒരു പഴയ അഴിമതി കേസ് ചൂണ്ടിക്കാട്ടി മത്സരിക്കുന്നതിൽ നിന്ന് ഭരണകൂടം വിലക്കി. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇതൊരു ജനാധിപത്യരഹിതമായ തെരഞ്ഞെടുപ്പാണെന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ പുട്ടിന്റെ വിജയത്തെ ഏറ്റവും ആവേശത്തോടെ വരവേറ്റത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. ചൈനയും റഷ്യയും തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധം പുട്ടിന്റെ പുതിയ ഭരണകാലത്ത് കൂടുതൽ ശക്തിപ്പെടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുട്ടിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനമറിയിച്ചു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം കൂടുതൽ ഉയരങ്ങളിലെത്താൻ പുട്ടിന്റെ വിജയം സഹായിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. തന്റെ 4ാം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പുട്ടിൻ ലോകത്തെ ഞെട്ടിച്ചത് പുതിയ ഔദ്യോഗിക കാറിലൂടെയായിരുന്നു. അതുവരെ ജർമ്മൻ നിർമ്മിത മെഴ്സിഡസ് ബെൻസ് ഉപയോഗിച്ചിരുന്ന പുട്ടിൻ അതുപേക്ഷിച്ച് പൂർണ്ണമായും റഷ്യയിൽ നിർമ്മിച്ച ഓറസ് സെനറ്റ് എന്ന കവചിത വാഹനം പുറത്തിറക്കി. റഷ്യൻ റോൾസ് റോയ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാർ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ സാങ്കേതിക വിദ്യ കരുത്തുറ്റതാണെന്ന് കാണിക്കാനുള്ള പുട്ടിന്റെ ശ്രമമായിരുന്നു. ബോംബാക്രമണങ്ങളെയും രാസായുധങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഈ വാഹനം. പുട്ടിന്റെ പുതിയ കാറും സത്യപ്രതിജ്ഞാ ചടങ്ങും ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ റഷ്യയെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ വെച്ചുപുലർത്തിയിരുന്ന മോശം പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ പുട്ടിൻ മറ്റൊരു തന്ത്രം പുറത്തെടുത്തു. 2018 ഫിഫ ലോകകപ്പ്. സ്ക്രിപാൽ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകകപ്പ് ബഹിഷ്കരിക്കാൻ ചില പാശ്ചാത്യ രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങളോ മന്ത്രിമാരോ റഷ്യയിൽ നടക്കുന്ന ലോകകപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലോ മറ്റു മത്സരങ്ങളിലോ പങ്കെടുക്കില്ലെന്ന് പ്രധാനമന്ത്രി തെരേസ മെയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്ക്രിപാൽ സംഭവത്തിന് ശേഷം റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം ബ്രിട്ടൻ ഭാഗികമായി മരവിപ്പിച്ചിരുന്നു. ബ്രിട്ടൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐസ്ലാൻഡ് സർക്കാരും ഉന്നത ഉദ്യോഗസ്ഥരെ റഷ്യയിലേക്ക് അയക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ടീമിനൊപ്പം തങ്ങളുടെ പ്രതിനിധികളെയും അയക്കാൻ തീരുമാനിച്ചു. ജൂൺ മാസത്തിൽ ടൂർണമെന്റ് ആരംഭിച്ചതോടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർ റഷ്യൻ തെരുവുകളിലേക്ക് ഒഴുകിയെത്തി. റഷ്യൻ ജനതയുടെ ആതിഥ്യ മര്യാദയും കുറ്റമറ്റ രീതിയിൽ ഒരുക്കിയ ആധുനിക സ്റ്റേഡിയങ്ങളും ലോകത്തെ അത്ഭുതപ്പെടുത്തി. സ്റ്റേഡിയങ്ങൾക്കൊപ്പം പുതിയ വിമാനത്താവളങ്ങളും അതിവേഗ ട്രെയിൻ പാതകളും പുട്ടിൻ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി. വിദേശികൾക്ക് റഷ്യയിലേക്ക് വരാൻ സാധാരണയായി കടുത്ത വിസ നടപടികൾ ആവശ്യമാണ്. എന്നാൽ ലോകകപ്പ് കാണാൻ ടിക്കറ്റ് എടുത്തവർക്ക് വിസയില്ലാതെ പ്രവേശനം നൽകുന്ന ഫാൻ ഐഡി എന്ന സംവിധാനം പുട്ടിൻ ഏർപ്പെടുത്തി. ഇത് സഞ്ചാരികൾക്ക് വലിയ ആശ്വാസമായി മാറി. കൂടാതെ ലോകകപ്പ് നഗരങ്ങൾക്കിടയിൽ സൗജന്യ ട്രെയിൻ യാത്രാ സൗകര്യവും റഷ്യൻ സർക്കാർ ഒരുക്കി. ലോകകപ്പ് വേദിയെ റഷ്യയുടെ നയതന്ത്ര ചർച്ചകളുടെ വേദിയാക്കി മാറ്റാനും പുട്ടിന് കഴിഞ്ഞു. എന്നാൽ ലോകകപ്പിന്റെ ആവേശം അടങ്ങും മുൻപേ പുട്ടിന്റെ ഭരണജീവിതത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രക്ഷോഭത്തിന് റഷ്യ സാക്ഷ്യം വഹിച്ചു. സാമ്പത്തിക മാന്ദ്യം രാജ്യത്തെ വലിയ രീതിയിൽ വരിഞ്ഞുമുറുക്കി. അസംസ്കൃത എണ്ണയുടെ വില ക്രമാതീതമായി ഇടിഞ്ഞത് റഷ്യയുടെ ഖജനാവിനെ ശൂന്യമാക്കി. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലെ ഇടപെടലുകൾ, യുക്രൈൻ അതിർത്തിയിലെ സൈനിക വിന്യാസം, ആധുനിക മിസൈലുകളുടെ നിർമ്മാണം എന്നിവയ്ക്കായി പുട്ടിൻ വൻ തുക മാറ്റിവച്ചു.
മാത്രമല്ല റഷ്യയിൽ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള യുവാക്കളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. രാജ്യത്തെ ജനസംഖ്യാപരമായ ഈ മാറ്റം പെൻഷൻ ഫണ്ടിന് വലിയ ബാധ്യതയായി മാറി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ റഷ്യൻ ജനതയുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ പുടിൻ തീരുമാനിച്ചു. പുരുഷന്മാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 65-ലേക്കും സ്ത്രീകളുടേത് 55-ൽ നിന്ന് 63-ലേക്കും ഉയർത്താനായിരുന്നു ആ തീരുമാനം. ഇത് രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. അതുവരെ പുടിനെ അന്ധമായി പിന്തുണച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും ഗ്രാമീണരും തെരുവിലിറങ്ങി. വിദേശത്തെ സൈനിക ഇടപെടലുകൾ രാജ്യത്തിനകത്തെ പട്ടിണിക്കും വിലക്കയറ്റത്തിനും പരിഹാരമാകില്ലെന്ന് റഷ്യൻ ജനത തിരിച്ചറിഞ്ഞു തുടങ്ങിയ നിമിഷമായിരുന്നു അത്. പ്രതിഷേധം അടിച്ചമർത്താൻ പുടിൻ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്ന റാലികളെ പോലീസ് ക്രൂരമായി നേരിട്ടു. ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കുകയും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെ കടുത്ത കേസുകൾ ചുമത്തുകയും ചെയ്തു. എന്നാൽ ബലപ്രയോഗത്തിലൂടെ മാത്രം ജനവികാരത്തെ തടയാൻ കഴിയില്ലെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുടിന് ബോധ്യമായി. അദ്ദേഹം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. പുടിൻ നേരിട്ട് ടെലിവിഷനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. പുരുഷന്മാരുടെ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിച്ചതിൽ മാറ്റം വരുത്തിയില്ലെങ്കിലും സ്ത്രീകൾക്കായി അദ്ദേഹം വലിയൊരു ഇളവ് പ്രഖ്യാപിച്ചു. സ്ത്രീകളുടെ വിരമിക്കൽ പ്രായം 55-ൽ നിന്ന് 63 ആക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്ത് അത് 60 വയസ്സായി കുറച്ചു. റഷ്യൻ സമൂഹത്തിൽ സ്ത്രീകൾക്കും അമ്മമാർക്കും നൽകുന്ന പ്രത്യേക പരിഗണന മുൻനിർത്തിയായിരുന്നു ഈ നീക്കം. സമരത്തിന്റെ വീര്യം പകുതിയോളം കുറയ്ക്കാൻ ഈ വിട്ടുവീഴ്ച പുടിനെ സഹായിച്ചു. സമരത്തിന്റെ തീക്ഷ്ണത കുറയ്ക്കാൻ പുടിൻ ചില ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും റഷ്യൻ ജനതയുടെ മനസ്സിൽ അത് വലിയൊരു മുറിവായി അവശേഷിച്ചു. പെൻഷൻ പരിഷ്കാരം നടപ്പിലാക്കിയതോടെ പുടിന്റെ ജനപ്രീതി ചരിത്രത്തിലാദ്യമായി 80% നിന്ന് 60% താഴേക്ക് പതിച്ചു. തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാത്തതല്ലെന്നും സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ തന്റെ അടിത്തറ ഇളക്കുമെന്നും പുടിൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. എങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഈ കടുത്ത തീരുമാനം അത്യാവശ്യമാണെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു. ഈ ആഭ്യന്തര പ്രതിസന്ധികൾക്കിടയിലും അന്താരാഷ്ട്ര തലത്തിൽ തന്റെ ചതുരംഗ കളികൾ പുടിൻ തുടർന്നുകൊണ്ടിരുന്നു. 2018 ജൂലൈയിൽ ഫിൻലാൻഡിലെ ഹെൽസിംകിയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തി. സ്ക്രിപാൽ വിവാദത്തിലും സൈബർ ആക്രമണങ്ങളിലും അമേരിക്ക റഷ്യയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുമ്പോഴും ട്രംപുമായി നടത്തിയ ആ കൂടിക്കാഴ്ചയിൽ പുടിൻ തന്റെ നയതന്ത്ര മികവ് തെളിയിച്ചു. വാർത്താസമ്മേളനത്തിനിടെ ലോകകപ്പിന്റെ ഒരു പന്ത് ട്രംപിന് സമ്മാനമായി നൽകിക്കൊണ്ട് ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ് എന്ന് പുടിൻ പറഞ്ഞത് ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. 2016 അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടുവെന്ന് സ്വന്തം ചാരസംഘടനകൾ റിപ്പോർട്ട് നൽകിയിട്ടും പുടിന്റെ വാക്കുകളെയാണ് താൻ വിശ്വസിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ചു. സ്വന്തം രാജ്യത്തേക്കാൾ ട്രംപ് പുടിനെ വിശ്വസിക്കുന്നു എന്ന ആക്ഷേപം ഇതോടെ ശക്തമായി. 2019 കടന്നതോടെ പുടിൻ തന്റെ ശ്രദ്ധ രാജ്യത്തിന്റെ ഡിജിറ്റൽ സുരക്ഷയിലേക്കും ആഭ്യന്തര നിയന്ത്രണങ്ങളിലേക്കും തിരിച്ചു.
റഷ്യൻ ഇന്റർനെറ്റിനെ ബാഹ്യലോകത്ത് നിന്ന് വിച്ഛേദിച്ച് സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ ലക്ഷ്യമിടുന്ന സോവറിൻ ഇന്റർനെറ്റ് നിയമം അദ്ദേഹം നടപ്പിലാക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനെന്ന വ്യാജേനയാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും സത്യത്തിൽ രാജ്യത്തിനകത്തെ വിമർശകരുടെ നാവടക്കാനും വിവരങ്ങൾ സെൻസർ ചെയ്യാനുമുള്ള പുട്ടിന്റെ ദീർഘവീക്ഷണമായിരുന്നു ഈ നിയമം. സാങ്കേതികവിദ്യയെ ഒരായുധമാക്കി മാറ്റി തന്റെ അധികാരം കൂടുതൽ സുരക്ഷിതമാക്കുകയായിരുന്നു പുടിൻ. ഇക്കാലത്താണ് മറ്റൊരു സംഭവത്തിലൂടെ പുടിൻ തന്റെ ജനപ്രീതി വീണ്ടും വർദ്ധിപ്പിച്ചത്. മോസ്കോയിലെ സുഖോവ്സ്കി എയർഫീൽഡ്. ആകാശത്ത് പോർവിമാനങ്ങളുടെ ഇരമ്പലുകൾ. ലോകത്തെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധരും മാധ്യമങ്ങളും അവിടെയുണ്ട്. റഷ്യയുടെ അഭിമാനമായ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം സുഖോയ് 57 ആദ്യമായി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. കാണികളെ അമ്പരപ്പിച്ചുകൊണ്ട് സാധാരണ ഒരു ഭരണാധികാരി നടത്തുന്ന ഔദ്യോഗിക പരിശോധനയ്ക്ക് പകരം പുടിൻ ആ യുദ്ധവിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് കയറി. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സുഖോയുടെ കോക്പിറ്റിലിരിക്കുന്ന പുട്ടിന്റെ ചിത്രം നിമിഷങ്ങൾക്കകം ആഗോള മാധ്യമങ്ങളിൽ തരംഗമായി. ഇതേ സമയം തന്നെ വ്ളാഡിമിർ പുടിൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നീക്കത്തിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു.